ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദിനിക്ക് കടിഞ്ചായിട്ട് കൊടുക്കുകയായിരുന്നു മാലതി. നന്ദിനിക്ക് മാത്രമല്ല, രാജലക്ഷ്മിക്കും കൈമളിനും എല്ലാവർക്കും അവർക്ക് എന്താണ് വേണ്ടത്, ചായ കാപ്പി അങ്ങനെ എന്താണെന്ന് വേണ്ടത് വെച്ചാൽ അത് തന്നെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നു. അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ച് അപ്പുറത്തേക്ക് പോയ സമയത്താണ് മൈഥിലി അവിടേക്ക് വന്നിട്ട് നന്ദിനിക്ക് കൊടുക്കാനുള്ള ആ കട്ടൻ ചായയിൽ എന്തോ ഒരു ടാബ്ലറ്റ് കലർത്തിയത്. ഇതറിയാതെ മാലതി അത് എടുത്തുകൊണ്ട് പോയി അവർക്ക് കൊടുക്കുകയാണ്. ഈ സമയം ഇത് മറഞ്ഞെന്ന് കാണുകയാണ് മൈഥിലി. ചായ റെഡി, ദേ അച്ഛൻ്റെ ഏലക്ക ചായ എന്ന് പറഞ്ഞ് മാലതി അതിൽ നിന്നും കൈമളിനെ ഒരു ചായ എടുത്ത് കൊടുത്തു. ഇത് കൊടുക്കുമ്പോൾ കൈമൾ പറയുന്നുണ്ട്, എന്തായാലും നീ ചായ ഇടാൻ പഠിച്ചു. ഇത് കേട്ട് മാലതി പറയുന്നു, എന്തായാലും നന്ദിനി എടുത്തി ഉണ്ടാക്കുന്ന ചായയുടെ അത്രയും വരത്തില്ല ഞാൻ ഉണ്ടാക്കുന്ന ചായ. ഇതിനെ കുറേ ഉപമകളും കൈമൾ പറയുന്നുണ്ട്. ഈ സമയം മൈഥിലി ഓർക്കുന്നു, ഈ നന്ദിനിക്ക് എന്തായി ഏട്ടത്തി കൊടുക്കാത്തത്? മോളെ എന്തേ എൻ്റെ ഇഞ്ചി ചായ എന്ന് ചോദിക്കുകയാണ് രാജലക്ഷ്മി. അങ്ങനെ അതിൽ നിന്നും ഒരു കപ്പ് ചായ മാലതി രാജലക്ഷ്മിക്ക് കൊടുക്കുന്നു. ജയറാം അവിടേക്ക് വന്നു. ആഹാ, ഒരു കട്ടൻ കുടിക്കണമെന്ന് വിചാരിച്ചതേ ഉള്ളൂ. അങ്ങനെ വിചാരിച്ച് ആ കട്ടൻ ഇങ്ങനെ എടുക്കാൻ തുടങ്ങിയപ്പോൾ ജയറാമിന് ഒരു കോൾ വരുന്നു. ചതിച്ചല്ലോ, ഹോസ്പിറ്റലിലേക്ക് പോകാൻ പോകുന്നത് ഇയാളാണോ എന്നൊക്കെ മൈഥിലി വിചാരിക്കുന്നുണ്ട്. എന്നാൽ ഫോണിൽ സംസാരിക്കുന്നതിനിടയിൽ ചുണ്ടുവരെ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് കപ്പ് കട്ടൻ കുടിക്കാനായിട്ട്. പക്ഷേ അത് കുടിച്ചിട്ടില്ല ഇതുവരെക്കായിട്ട്. അങ്ങനെ ആ കട്ടനുമായി അപ്പുറത്തേക്ക് പോവുകയാണ് ജയറാം. നന്ദിനിയുടെ അടുത്തേക്ക് പോകുന്നു. ഒരുപാട് തവണ ഇങ്ങനെ ചുണ്ടിൻ്റെ അടുത്തേക്ക് വരെ വന്ന് അത് കുടിക്കാനായിട്ട്. പക്ഷേ സംസാരിക്കുന്നതിന് ഇടയ്ക്കായതുകൊണ്ട് തന്നെ കട്ടൻ കുടിച്ചതുമില്ല. ആകാംക്ഷയോടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് മൈഥിലി. ഒടുവിൽ നന്ദിനിയുടെ കയ്യിൽ ആ കപ്പ് കൊടുത്തിട്ട് ജയറാം അവിടെ നിന്ന് പോകുന്നു. ദൈവമേ, രക്ഷപ്പെട്ടു. ഇനിയിപ്പോൾ ഇത് ഇവള് കുടിച്ചാൽ മതിയായിരുന്നു എന്ന് മൈഥിലി വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ നന്ദിനി തന്നെയാണ് ആ കടുംചായ കുടിക്കുന്നത്. സന്തോഷത്തോടെയും സമാധാനത്തോടെയും മൈഥിലി നിൽക്കുന്നു. അങ്ങനെ ഇവളെ കെണിയിൽ വീഴ്ത്തി ഇവരുടെ കഷ്ടകാലം ഇവിടെ ആരംഭിക്കുന്നു എന്നൊക്കെ മൈഥിലി വിചാരിക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് നന്ദിനി തുണികളൊക്കെ ഇങ്ങനെ മടക്കി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തൊട്ടരികിൽ തന്നെ ജയറാമും ഉണ്ട്. ഈ സമയം മൈഥിലി വിചാരിക്കുന്നു, വൈശാഖിന്റെ മെഡിസിൻ പ്രവർത്തിച്ചു തുടങ്ങിയില്ലല്ലോ. രാജലക്ഷ്മിയും കൈമളും മാലതിയും ഹോളിൽ തന്നെ ഉണ്ടായിരുന്നു. രാജലക്ഷ്മി പറയുന്നു, കുഞ്ഞിന് ചോറ് കൊടുത്താലെങ്കിലും ഈ മരണം ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകുമോ? മൈഥിലിയെക്കുറിച്ചാണ് ഈ പറയുന്നത്. ആ മരണം ഇവിടെ നിന്ന് അങ്ങനെയൊന്നും പോകത്തില്ല. ഡിവോഴ്സ് കഴിഞ്ഞാൽ പിന്നെ അവളെ ഒരു സെൻഡ് ഓഫ് നടത്തി ഇവിടുന്ന് പറഞ്ഞയക്കാമെന്ന് കൈമൾ പറയുമ്പോൾ ഇത് കേട്ട ജയറാം പറയുന്നു, സെൻഡ് ഓഫ് നടത്തി പറഞ്ഞുവിടാൻ അവളെന്താ ഇവിടുത്തെ സ്റ്റാഫായിരുന്നോ? കുഞ്ഞിന് പാല് കൊടുക്കുന്നത് ഒരു സർവീസ് അല്ലേ മോനെ എന്ന് രാജലക്ഷ്മി പറയുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ആ മൈഥിലിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒത്തിരി സങ്കടമുണ്ട്. അവളുടെ ഗതി ഇങ്ങനെയായി പോയല്ലോ. എനിക്ക് നന്ദിനി, നിനക്ക് എന്തിനാ സങ്കടം? അവളുടെ കയ്യിലിരിപ്പ് ഇങ്ങനെ ആയോണ്ടല്ലേ ഇങ്ങനെ വന്നത് എന്നൊക്കെ രാജലക്ഷ്മി. കാർത്തി തേച്ചൊട്ടിച്ച് വൈശാഖിനൊപ്പം പോയി. എങ്കിൽ അവിടെയെങ്കിലും അടങ്ങി നിന്നൂടായിരുന്നോ? എൻ്റെ അമ്മയും അച്ഛനും അവളെ പൊന്നുപോലെ നോക്കില്ലായിരുന്നോ എന്നൊക്കെ മാലതി പറയുമ്പോൾ രാജലക്ഷ്മി പറയുന്നുണ്ട്, അയ്യോ ബെസ്റ്റ്, നിൻ്റെ അമ്മ താരക പണിക്കരാണോ ഇവളെ ഒന്നാന്തരമായിട്ട് നോക്കുന്നത്? അവിടെ നിന്നിരുന്നെങ്കിൽ അവളുടെ പടം ഭിത്തിയിലായേനെ. ഈ സമയത്ത് നന്ദിനിക്ക് എന്തോ ഒരു അസ്വസ്ഥത തോന്നുന്നു. വൊമിറ്റ് ചെയ്യാൻ തോന്നുകയാണ്. എന്താ നന്ദിനി എന്ന് ജയറാം ചോദിക്കുന്നു. പെട്ടെന്ന് വൊമിറ്റ് ചെയ്യാൻ ഇങ്ങനെ വാഷ്റൂമിലേക്ക് പോവുകയാണ് നന്ദിനി. എൻ്റെ മോളെ നന്ദിനി എന്ന് പറഞ്ഞ് രാജലക്ഷ്മിയും കൈമളും എല്ലാവരും നന്ദിനിയുടെ പിറകെ പോകുന്നു. കൊടുത്ത മരുന്നേറ്റോ, ഇവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉറപ്പായി എനിക്കിങ്ങനെ സന്തോഷത്തോടെ വിചാരിക്കുകയാണ് മൈഥിലി. പിന്നെയും നന്ദിനി പോയി വൊമിറ്റ് ചെയ്യുകയാണ്. എനിക്ക് വയ്യമ്മ എന്ന് പറയുന്നു. എത്രയും പെട്ടെന്ന് നന്ദിനിയെ ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് രാജലക്ഷ്മി പറയുന്നു. കാർത്തിയെ കൈമൾ വിളിക്കുന്നുണ്ട്. എന്നാൽ കാർത്തിയും മീനാക്ഷിയൊന്നും അവിടെയില്ല. ഞാൻ പൊയ്ക്കോളാം അച്ഛാ എന്ന് ജയറാം പറയുന്നു. അങ്ങനെ ഇപ്പോൾ ജയറാം നന്ദിനി ഇങ്ങനെ താങ്ങി പിടിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട് രസിക്കുകയാണ് മൈഥിലി. ശേഷം കാണിക്കുന്നത് നന്ദിനിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കുന്നു. ഡോക്ടർ ഇപ്പോൾ മൈഥിലിയെ പരിശോധിക്കുകയാണ്. ഇഞ്ചക്ഷൻ പെട്ടെന്ന് കൊടുക്കണം, അതോടൊപ്പം ഞാൻ കുറിച്ചിരിക്കുന്ന ഈ മരുന്നുകളും പെട്ടെന്ന് കൊടുക്കണം. പിന്നെ സ്കാനിങ് ഞാൻ എഴുതിയിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ഡ്രിപ്പും സ്റ്റാർട്ട് ചെയ്തോളൂ എന്നൊക്കെ സിസ്റ്ററിനോട് ഡോക്ടർ പറഞ്ഞേൽപ്പിക്കുന്നു. ചില ടെസ്റ്റൊക്കെ ഉണ്ട്, അതിൻ്റെ റിസൾട്ടും ഒന്നിങ്ങോട്ട് വന്നോട്ടെ എന്നൊക്കെ ഡോക്ടർ പറയുകയാണ് ജയറാമിനോട്. നമുക്ക് വേണ്ടത് ചെയ്യാമെന്ന് പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോകുന്നു. ടെൻഷനിൽ തന്നെയാണ് ജയറാം. നന്ദിനിക്ക് ഇപ്പോഴും ആ ക്ഷീണം അങ്ങോട്ട് മാറിയിട്ടില്ല. സിസ്റ്റർ അവിടേക്ക് വന്ന് പറയുന്നുണ്ട്, പേഷ്യൻറ്റിന് ഇഞ്ചക്ഷൻ എടുക്കുകയാണ്, ചിലപ്പോൾ ഒന്ന് മയങ്ങിക്കും, ഒന്ന് പുറത്തേക്ക് ഒന്ന് മാറാമോ എന്ന് ജയറാമിനോട് ചോദിക്കുന്നു. ജയറാം പുറത്തേക്ക് പോയിരിക്കുന്നുണ്ട്. നന്ദിനിക്ക് ഇഞ്ചക്ഷൻ എടുക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ഡോക്ടറിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് കാർത്തിയും മീനാക്ഷിയും. നമ്മൾ ഒരു തവണ ഇവിടെ വെച്ച് പെട്ടിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ ഡോക്ടർ കാർത്തിയോട് പറയുന്നുണ്ട്.
കാർത്തിക് സാറ് എന്താണ് ഇവിടെ എന്ന് ചോദിക്കുന്നുണ്ട് ഡോക്ടർ. കാർത്തിക് പറയുന്നു, എൻ്റെ അമ്മയെ പോയി ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അമ്മയോ എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ കാർത്തി പറയുന്നു, അമ്മയെന്ന് വെച്ചാൽ വളർത്തമ്മ. എനിക്ക് അമ്മയെ പോലെ തന്നെയാണ് പേര്, നന്ദിനി ദേവി. ഓ നന്ദിനി ദേവി, മനസ്സിലായി. ഒത്തിരി പ്രാവശ്യം വൊമിറ്റ് ചെയ്തു. ഇവിടെ വന്നതിന് ശേഷവും വൊമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുഡ് പോയ്സൺ ആവാനാണ് 100% സാധ്യത. പക്ഷേ ഒടുവിലത്തെ വൊമിറ്റിങ്ങിൽ ബ്ലഡ് കണ്ടായിരുന്നു എന്നൊക്കെ ഡോക്ടർ പറയുമ്പോൾ ടെൻഷനോടെ ഇരിക്കുകയാണ് രണ്ടുപേരും. വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, കണ്ടിന്യൂസ് ആയിട്ട് വൊമിറ്റ് ചെയ്യുമ്പോൾ തൊണ്ടപൊട്ടി ബ്ലഡ് വരാനുള്ള സാധ്യത കൂടുതലാണ്. മിക്കവാറും ഇങ്ങനെയായിരിക്കും. എങ്കിലും ബ്ലഡ് കണ്ടുകൊണ്ട് ചില ടെസ്റ്റൊക്കെ ഞാൻ നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം സ്റ്റൊമക്കിൻ്റെ സ്കാനിങ് കൂടി നമുക്ക് നടത്തിയേക്കാം. അതിൻ്റെ റിസൾട്ടും കൂടി ഒന്ന് വന്നോട്ടെ. താൽക്കാലിക മെഡിസിൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഭയപ്പെടാനായിട്ട് ഒന്നും തന്നെയില്ല. സ്കാനിങ് കഴിഞ്ഞിട്ട് നമുക്ക് പേഷ്യൻറ്റിനെ പോയി കാണാം. നിങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ് അവരെ പുറത്തേക്ക് അയക്കുകയാണ് ഡോക്ടർ. ഇപ്പോൾ ചില റിസൾട്ടൊക്കെ അവിടേക്ക് വന്നിട്ടുണ്ട്. ഡോക്ടർ ഇപ്പോൾ റിസൾട്ട് പരിശോധിക്കുന്നു. ശേഷം കാണിക്കുന്നത് രാജലക്ഷ്മി ആണെങ്കിൽ നന്ദിനിയുടെ അവസ്ഥയെക്കുറിച്ച് അറിയാതെ ടെൻഷനോടെ നിൽക്കുകയാണ്. രാജലക്ഷ്മി മാത്രമല്ല, കൈമളം. ഹോസ്പിറ്റലിൽ പോയവരെക്കുറിച്ച് ഒരു അറിവുമില്ലല്ലോ കൈമളേട്ടാ. പോയിട്ട് ഒത്തിരി നേരമായല്ലോ. വീട്ടിലിരിക്കുന്നവർ ടെൻഷൻ അടിക്കുമെന്ന് അറിയില്ലേ, പിന്നെ എന്താ ഇവിടെ ഇരിക്കുന്നവരെ ഇവരൊന്നും അറിയിക്കാത്തത് എന്നൊക്കെ രാജലക്ഷ്മി പറയുന്നു. ഞാൻ 2 പ്രാവശ്യം വിളിച്ചു നോക്കി. ജയറാമിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാണ് കേൾക്കുന്നത് എന്ന് കൈമൾ പറയുന്നുണ്ട്. എന്തായാലും കാർത്തിയും മീനാക്ഷിയും കൂടി പോയിട്ടുണ്ട്. അവരെന്തായാലും വിവരം അറിയിക്കുമെന്നൊക്കെ രാജലക്ഷ്മി പറയുന്നു. പേടിക്കാനൊന്നുമില്ല, ഫുഡ് പോയ്സൺ ആയിരിക്കും, അതങ്ങ് മാറിക്കോളൂന്നേ എന്നൊക്കെ കൈമളും പറയുന്നുണ്ട്. ഈ സമയം മൈഥിലി എവിടേക്ക് വരുന്നു. ഓ പിന്നെ ഫുഡ് പോയ്സൺ. ഞാൻ കടിഞ്ചായൽ കൊടുത്ത ആ പണി 10,000 പണിയായി മാറാൻ പോവുകയാണ്. ഈ സമയം മാലതിയും അവിടേക്ക് വരുന്നു. മൈഥിലി ഇങ്ങനെ നോക്കുന്നുണ്ട്. മൈഥിലിയുടെ ആ ടെൻഷൻ മാലതി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആശുപത്രിക്കാരുടെ വിവരമൊന്നും അറിഞ്ഞില്ലല്ലോ അമ്മേ എന്നെ മാലതി പറയുകയാണ് രാജലക്ഷ്മി. ജഗദീഷ് അങ്ങോട്ട് പോകുമോ, നീ അവനെ വിളിച്ച് പറഞ്ഞായിരുന്നോ എന്നൊക്കെ രാജലക്ഷ്മി ചോദിക്കുമ്പോൾ ഇല്ലമ്മേ, സ്ഥലത്തില്ല. പിന്നെ എത്ര സീരിയസ് ആയിട്ടുള്ള കാര്യമൊന്നുമില്ലല്ലോ, ഞാൻ വിളിച്ച് പറഞ്ഞില്ല എന്നൊക്കെ മാലതി പറയുമ്പോൾ രാജലക്ഷ്മി പറയുന്നുണ്ട്, അതേ സീരിയസ് ആയിട്ടുള്ള കാര്യമല്ല, പക്ഷേ പിടിക്കാത്ത ആഹാരം എന്തോ അവൾ കഴിച്ചിട്ടുണ്ട്, അതാണ്. അതിന് നന്ദിനി നോണൊന്നും കഴിക്കില്ലല്ലോ എന്ന് കൈമൾ. എന്തിനാ നോൺ കഴിക്കുന്നത്? ഇപ്പോഴത്തെ പച്ചക്കറിയിലൊക്കെ മായമാണ്, കീടനാശിനികളല്ലേ മാറി മാറി അടിക്കുന്നത് എന്നൊക്കെ മാലതി. കീടനാശിനിയല്ല, അതുപോലത്തെ ഒരു ഗുളികയാണ്. കുഞ്ഞിനെ എന്നിൽ നിന്ന് അകറ്റാൻ വഴി കണ്ടുപിടിച്ചില്ലവളല്ലേ, അവൾക്ക് ഇത് കൊടുത്താൽ പോരാ എന്നൊക്കെ മൈഥിലി വിചാരിക്കുന്നുണ്ട്. എന്തായാലും ഹോസ്പിറ്റലിലേക്ക് പോയാൽ ഒരു 100,000 ടെസ്റ്റ് കഴിഞ്ഞിട്ടേ അവിടുന്ന് രോഗം എന്താണെന്ന് അറിയാൻ സാധിക്കൂ. അതിനുശേഷം മാത്രമേ ട്രീറ്റ്മെൻറ്റ് തുടങ്ങൂ എന്ന് കൈമൾ പറയുന്നുണ്ട്. ചില സംശയങ്ങൾ ഇപ്പോൾ മാലതിക്ക് തോന്നുന്നു. മൈഥിലിയുടെ ആ നിൽപ്പ് കണ്ടിട്ടാണ് മാലതിയുടെ സംശയം. മൈഥിലിയുടെ അടുത്തേക്ക് മാലതി ചെന്നിട്ട് ചോദിക്കുന്നു, എന്തോ ഒരു കള്ളത്തരം മണക്കുന്നുണ്ടല്ലോ, എന്താ അത്? കള്ളത്തരോ എന്ന് മൈഥിലി ചോദിക്കുന്നു. നിന്റെ നിപ്പും ഭാവവും ഒക്കെ കണ്ടപ്പോൾ തന്നെ എനിക്കൊരു സംശയം എന്നെ മാലതി. എല്ലാവർക്കും ഞാൻ ഒരുമിച്ചാണ് കാപ്പിയും ചായയും ഒക്കെ ഉണ്ടാക്കിയത്, പിന്നെ നന്ദിനിയുടെ അടുത്തേക്ക് മാത്രം എന്താ വയറിന് പിടിക്കാത്തത് എന്നെ മാലതി ചോദിക്കുമ്പോൾ മൈഥിലി ദേഷ്യത്തോടെ പറയുന്നു, അത് എനിക്കറിയാമോ, നിങ്ങൾ അവരോട് പോയി ചോദിക്കേ. നീ ഞാൻ അറിയാതെ ആ കടിഞ്ചായൽ എന്തെങ്കിലും കലർത്തിയോ എന്നെ മാലതി. ദേ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ എന്ന് ദേഷ്യത്തോടെ മൈഥിലിയും പറയുന്നുണ്ട്. രാജലക്ഷ്മി ഇപ്പോൾ അവിടേക്ക് വരുന്നു. എന്താ നിങ്ങൾ തമ്മിൽ ഒരു സീക്രട്ട് എന്ന് രാജലക്ഷ്മി ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല, ദേവമ്മയ്ക്ക് ഇങ്ങനൊരു അസുഖം വന്നതിലുള്ള ടെൻഷനാണ്, അതിനെക്കുറിച്ച് സംസാരിക്കായിരുന്നു ഞങ്ങൾ എന്ന് മൈഥിലി പറയുന്നുണ്ട്. ഒത്തിരി കഷ്ടപ്പെട്ടതല്ലേ നന്ദിനി അടുത്തെ ആ മാതിരി ജയറാമിനെ തട്ടിക്കൊണ്ടു പോയതിനു ശേഷം. ഇത് കേട്ട് കൈമൾ പറയുന്നു, തട്ടിക്കൊണ്ടു പോകാൻ ജയറാം എന്താ മാമ്പഴോ മറ്റോ ആണോ? അയ്യോ അതല്ല, 10-20 വർഷത്തെ കഷ്ടപ്പാടിന് ശേഷം ഭർത്താവിനെ തിരിച്ചു കിട്ടിയതല്ലേ. ഒരു സന്തുഷ്ട കുടുംബം കെട്ടിപ്പടുത്താൻ ശ്രമിക്കുന്നതിനിടയിൽ വിധിയുടെ വിളയാട്ടം വല്ലതും ഉണ്ടാകുമോ എന്നറിയാനാണ് എന്നൊക്കെ മാലതി പറയുമ്പോൾ നിർത്തടി എന്ന് രാജലക്ഷ്മി പറയുന്നു. വിധിയുടെ വിളയാട്ടം ഏതോ ഒരു പൈങ്കിളി കഥ വായിച്ചപ്പോഴുള്ള ഒരു കഥ മാത്രം. നിന്റെക്ക് മനസ്സ് നിറയെ കുഷ്ഠരോഗമാണ്, കുഷ്ഠരോഗത്തിന് നല്ല ചികിത്സ കിട്ടും, പോയി ചികിത്സിക്ക്. ദേഷ്യത്തോടെ ഇങ്ങനെയൊക്കെ രാജലക്ഷ്മി പറയുന്നു. എന്നിട്ട് രാജലക്ഷ്മി അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. കൈമളിനെ വിളിച്ചുകൊണ്ടാണ് ആ പോക്ക്. ദേഷ്യത്തോടെ മൈഥിലി ഒന്ന് നോക്കിയിട്ട് മാലതിയും അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അവരവരുടെ കുടി നോണ്ടാൻ ഈ മാലതി വളരെ മിടുക്കിയാണ് എന്നൊക്കെ മൈഥിലി വിചാരിക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് വൈശാഖ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ്. ഞാൻ ഇന്ദ്രജ മേഡം പറഞ്ഞിട്ട് വന്നതാണെന്ന് പറയുന്നു. ഇന്ദ്രജ മേഡം വിളിച്ചിരുന്നു, ഒരാളെ ഇങ്ങോട്ടേക്ക് അയക്കാമെന്ന് പറഞ്ഞിരുന്നു, അത് നിങ്ങളാണോ എന്ന് അയാൾ ചോദിക്കുന്നുണ്ട്. അതെ ഞാൻ വൈശാഖാണ് എന്ന് വൈശാഖ്. ഒരു സ്കാനിങ് റിപ്പോർട്ട് ഞങ്ങൾ പറയുന്നത് പോലെ ഒന്ന് തിരുത്തി എഴുതണമെന്ന് വൈശാഖ് പറയുമ്പോൾ അയാൾ പറയുന്നു, വാട്ട്, നിങ്ങൾ എന്ത് മര്യാദക്കേടായി പറയുന്നത്?
ഞാൻ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കും. വൈശാഖ് പറയുന്നു, ചൂടാകാതെ സാറേ എന്ന് പറഞ്ഞ് കുറച്ച് പണക്കെട്ട് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട് വൈശാഖ് അദ്ദേഹത്തെ. അത് കാണുമ്പോൾ അദ്ദേഹം ഒന്നും പറയുന്നില്ല. ഇതിപ്പോൾ 5 ലക്ഷം ഉണ്ട്, ഇന്ദ്രജ മേഡം തന്നതാണ്. മാധവ മന്ദിരത്തെ ഇന്ദ്രജ, വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന വരദായിനിയായ ദേവി, സാക്ഷാൽ അന്നപൂർണേശ്വരി, പ്രസാദിച്ചാൽ എന്തും തരും എന്നൊക്കെ വൈശാഖ് പറയുമ്പോൾ അയാൾ ചില കാര്യങ്ങൾ ഓർക്കുന്നുണ്ട്. ഒടുവിൽ ചോദിക്കുന്നു, അല്ല സാറിന് എന്താണ് വേണ്ടത്? ഇത് കേട്ടൊരു പുഞ്ചിരിയുടെ വൈശാഖ് പറയുന്നു, അങ്ങനെ വഴിക്കുക. നന്ദിനിയുടെ സ്കാനിങ്ങിൽ അവരുടെ വയറ്റിനുള്ളിൽ ഒരു മുഴ കണ്ടെത്തിയെന്നും അത് ക്യാൻസറായി വളർന്നു എന്നും റിപ്പോർട്ടിൽ എഴുതണം. ഓരോ ചെക്കപ്പിനും ഈ റിപ്പോർട്ട് ആവർത്തിച്ചാൽ ഇത്രയും മാത്രമല്ല, നല്ലൊരു തുക ഞങ്ങൾ തരും. എന്ത് പറയുന്നു എന്നൊക്കെ വൈശാഖ് പറയുന്നുണ്ട്. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ വൈശാഖ് ഇപ്പോൾ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ് അദ്ദേഹത്തോട്. എല്ലാത്തിനും തലയാട്ടി സമ്മതം മൂളിയിരിക്കുകയാണ് അയാൾ. അങ്ങനെ വൈശാഖ് കൊടുത്ത പണം കൈനീട്ടി വാങ്ങിക്കുകയും ചെയ്തു. ഒരസുഖവുമില്ലാത്ത നന്ദിനിയെ ക്യാൻസറാക്കി മാറ്റാൻ തുടങ്ങുകയാണ് അവർ. നന്ദിനി ഇങ്ങനെ മയക്കത്തിൽ കിടക്കുമ്പോൾ തൊട്ടരികിലിരുന്ന് മീനാക്ഷി കരയുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.